ഒരു കാലത്ത് വീണപ്പൂവിന്റെ വേദന അറിയാൻ മഹാകവി കുമാരനാശാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ മന്ത്രിയുടെ സങ്കടങ്ങൾ കേൾക്കാൻ ആരുമില്ല. എന്തു ചെയ്താലും പരിഹാസം മാത്രം. വീണ മന്ത്രിയെക്കുറിച്ച് രണ്ടുവരി കവിത എഴുതാൻ വിപ്ലവ കവികൾ പോലുമില്ല. അറിവും ശുഷ്കാന്തിയും ദീർഘവീക്ഷണവും കാരുണ്യവും സമാസമം ചേർന്ന ആരോഗ്യമന്ത്രിയെ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. ആർക്ക് എന്ത് അപകടമുണ്ടായാലും കണ്ണു തുടച്ചുകൊണ്ട് പാഞ്ഞെത്തുന്നതാണ് ശീലം. മലയാളികളടക്കം ഒരുപാട് ഇന്ത്യക്കാർ അഗ്നിബാധയിൽ മരിച്ച കുവൈറ്റിൽ പോകാൻ ആഗ്രഹിച്ചതും അതുകൊണ്ടാണ്. വീണയ്ക്കെവിടെ എന്ത് കാര്യമെന്ന് ചോദിക്കേണ്ട. പക്ഷെ കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് സർക്കാർ അതിന് അനുമതി നൽകിയില്ലെന്ന് മാത്രമല്ല, മന്ത്രിയെ കണ്ണുരുട്ടി പേടിപ്പിക്കുകയും ചെയ്തു. അവസാന നിമിഷം വിമാനത്താവളത്തിൽ ഓടിപ്പാഞ്ഞെത്തിയപ്പോഴേക്കും വിമാനം കുവൈത്തിലേക്ക് പറന്നിരുന്നു. 5 മിനിറ്റ് മുമ്പേ വണ്ടി വിട്ടോളാൻ ഡൽഹിയിൽ നിന്ന് നിർദ്ദേശം എത്തിയെന്നാണ് പരദോഷകർ പറഞ്ഞു വരുത്തുന്നത്. വിദേശകാര്യമന്ത്രിയടക്കം കുവൈറ്റിലേക്ക് പോയതിനാൽ കേരളത്തിലെ വീണ മന്ത്രി വേണ്ടെന്നാണ് കേന്ദ്രന്മാരുടെ ഒരു വിശദീകരണം. ആരോഗ്യകാര്യത്തിൽ ലോകത്തിന് മാതൃകയായി കേരളത്തെ മാറ്റി നിർത്തിയതിലൂടെ എന്തെങ്കിലും മനസ്സുഖം അവർക്ക് കിട്ടിയെങ്കിൽ അങ്ങനെയാവട്ടെ എന്ന് മാത്രം പ്രതികരിച്ച് വീണ മന്ത്രി മാന്യത കാട്ടി. മന്ത്രിയായും MLA ആയും ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വീണ മന്ത്രിയെക്കുറിച്ച് മഹാകാവ്യം എഴുതാം. എന്തായാലും കേന്ദ്ര സർക്കാരും വടക്കന്മാരുടെ നിയന്ത്രണത്തിലുള്ള വിമാന കമ്പനികളും തമ്മിലുള്ള ഒത്തുകളി സകലമാളോർക്കും മനസ്സിലായി. കേരളത്തിന്റെ സ്വന്തം എയർ കേരളയോ KARO ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതികേട് വരില്ലായിരുന്നു. UDF സർക്കാർ മുന്നോട്ട് വെച്ച എയർ കേരള എന്ന ആശയം യാഥാർത്ഥ്യമാക്കാത്തതിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഏറെ പഴി കേട്ടിരുന്നു. വിദേശത്തേക്ക് വിമാന സർവീസ് നടത്താൻ 5 വർഷം ആഭ്യന്തര സർവീസ് നടത്തി പരിചയമുണ്ടായിരിക്കണമെന്നും 20 വിമാനങ്ങൾ വേണമെന്നുമുള്ള വ്യോമയാന നയമാണ് തടസ്സമായത്. അതൊന്നും പ്രശ്നമല്ലെന്നും എല്ലാം ശരിയാക്കാമെന്നും ഹൃദയപക്ഷം ഉറപ്പ് നൽകിയിട്ടുണ്ട്. എയർ കേരളയിൽ ചുരുങ്ങിയത് 100 കിലോ ലഗേജുമായി ചുരുങ്ങിയ നിരക്കിൽ യാത്ര ചെയ്യാം. തിരക്കുള്ള സീസണിൽ സ്പെഷ്യൽ സർവീസ് നടത്തുകയും സ്റ്റാൻഡിംഗ് അനുവദിക്കുകയും ചെയ്യും. മലയാളികളെ പറ്റിച്ചു കൊഴുക്കുന്ന വടക്കൻ കമ്പനികളുടെ ആപ്പീസ് പൂട്ടിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. ലേശം കാത്തിരിക്കണമെന്ന് മാത്രം. ഭൂമിയിലൂടെ ഓടുന്ന KSRTCയെ നന്നാക്കിയ ശേഷം ആകാശത്തെ കാര്യങ്ങളിലേക്ക് കടക്കും. കമ്മ്യൂണിസവും കമ്മ്യൂണലിസവും തമ്മിലുള്ള വ്യത്യാസം കണ്ട് അന്തം വിട്ട് ഉത്തമ സഖാവായി രൂപാന്തരം പ്രാപിച്ച വീണ മന്ത്രിയുടെ ദുഃഖത്തിൽ മുഖ്യമന്ത്രിയും പങ്കുചേർന്നിട്ടുണ്ട്. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മലയാളികൾക്ക് വലിയ ആശ്വാസമാകുകയും കുവൈറ്റ് സർക്കാർ കുറെ കൂടി ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുകയും ചെയ്യുമായിരുന്നു. നയതന്ത്ര ഉദ്യോഗസ്ഥരുടെയും കുവൈറ്റിലെ മലയാളി സംഘടനകളുടെയും സഹായത്തോടെ എല്ലാ നടപടികളും വേഗം പൂർത്തിയായെന്നും സംസ്ഥാന മന്ത്രിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാർ വിശദീകരിച്ചതെങ്കിലും തൃപ്തികരമല്ലെന്ന് കേരളം വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മന്ത്രി പോയാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും ഈ ആവശ്യം ഉന്നയിക്കുമെന്നും എല്ലാവരും കൂടെ പോയാൽ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ പണി കൂടുമെന്നുമുള്ള കേന്ദ്രന്മാരുടെ നിലപാട് ഫാസിസമാണ്. വികസന കാര്യങ്ങളിൽ ഒരുപാട് ശ്രദ്ധിക്കാനുള്ളതിനാൽ ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ലെന്നാണ് വീണ മന്ത്രിയുടെ നിലപാട്.